നല്ലതാ ഇത് മുറിക്കാം പ്രശ്നമില്ല. അങ്ങനെ റൗണ്ടായാലും അല്ലേ? അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നമ്മളെ നോമ്പ് തീരാനായല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇഫ്താറിൻ്റെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളാണ്. അപ്പം നമ്മളെല്ലാവരും ഇന്ന് ഇസ്ത്രാഹിലാണ് നോമ്പ് തുറ ഉണ്ടാക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചധികം ആളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ത്രാഹിൽ ഞാനും മക്കളും എല്ലാവരും കൂടി ഈ ഓരോ തരം പലഹാരം ഉണ്ടാക്കിയിട്ട് അവിടെ പോയി പിന്നെ അവിടെ നിന്നാണ് നോമ്പ് തുറ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ സമൂസ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ ചിക്കൻ ബോയിൽ ചെയ്തു, അതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തു. പിന്നെ വേണ്ടത് സവോള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് ഇതെല്ലാം വഴറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ അതിൽ മിക്സ് ചെയ്ത് പിന്നെ ഉരുളക്കിഴങ്ങും കൂടി ഉടച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സമൂസ കോട്ടിയിട്ട്, ഞാൻ ഇന്ന് കോട്ടിയിട്ട് അവിടെ വെക്കുന്നത്. കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളേന്ന് നമുക്ക് പിന്നെ കൊണ്ടുപോകേണ്ടത്, നാളെ നോമ്പ് തുറ. അതുകൊണ്ട് നാളെ പിന്നെ തിരക്കായിട്ട് ഫ്രൈ ചെയ്യുക, അങ്ങനെ കോട്ട് എല്ലാം കൂടി റെഡി ആവില്ലല്ലോ. അപ്പം മസാല ആക്കി കോട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പിറ്റേന്ന് എടുത്ത് ഇൻഷാല്ലാ ഫ്രൈ ചെയ്തിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് കൊണ്ടുപോകും. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ്. നിങ്ങൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, കമൻറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫുൾ വീഡിയോ കാണണം. അങ്ങനെ ഇന്നലെ സമൂസ ഞാൻ മസാല ആക്കി കോട്ടി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അത് ഇന്നെടുത്ത് ഫ്രൈ ചെയ്തു. അപ്പം കുറേ സമൂസ ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തിട്ട് ഇതെല്ലാം നമ്മൾ ഒരു നല്ലൊരു പാത്രത്തിലാക്കിയിട്ട് എടുക്കുകയാണ്. പിന്നെ വേണ്ടത് കുറച്ച് പാത്രങ്ങൾ വേണം. ഇസ്ത്രാഹിലാണല്ലോ, അപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള പാത്രം, ജ്യൂസ് ഉണ്ടാക്കാനുള്ള ജ്യൂസെല്ലാം ഇങ്ങനെ കുറേ അധികം ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇസ്ത്രാഹിൽ നിന്ന് തന്നെ ജ്യൂസ് ഉണ്ടാക്കിയത്. അങ്ങനെ അതിനുള്ള പാത്രങ്ങളെല്ലാം റെഡിയാക്കി ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ള ഇനി വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാ. അങ്ങനെ സമൂസ റെഡിയായി കിട്ടി. പിന്നെ സമൂസെല്ലാം നമ്മൾ ഒരു നല്ല പാക്കറ്റാക്കി എടുത്തു വെച്ചു. പിന്നെ വേണ്ടത് പാത്രങ്ങളാണ്. ജ്യൂസ് ഉണ്ടാക്കാനുള്ള പാത്രം, നമ്മൾ ജ്യൂസ് അവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പം ജ്യൂസ് ഉണ്ടാക്കാനുള്ള വലിയ പാത്രം, പിന്നെ ചായ ഉണ്ടാക്കാനുള്ള പാത്രം, അതെല്ലാം റെഡിയാക്കി നമ്മളിപ്പോൾ ഇസ്തിറാഹിയിൽ എത്തിയട്ടാ. അങ്ങനെ ഒരാൾ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, ലൈം ജ്യൂസ്, വത്തക്ക ജ്യൂസ്, തണ്ണിമത്തൻ എന്ന് പറയും. അപ്പം അത് പിന്നെ പലഹാരങ്ങളിങ്ങനെ ഓരോരാളായി കട്ട് ചെയ്ത് ഇതെല്ലാം ഓരോ പാത്രത്തിലാക്കി വെച്ച്
അപ്പം ആൾ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾ ഫുൾ വീഡിയോ കാണണം കേട്ടോ. അങ്ങനെ റൗണ്ടായാലും മതി അല്ലേ? ഇതിലുണ്ട് ഫോട്ടോ എടുത്തോണ്ടാ നല്ല ലുക്ക് ഉണ്ട്. പിന്നെ കിട്ടൂല. എന്താ വേണ്ടത്? ബീഫ് വേണോ ചിക്കൻ വേണോ? ചിക്കൻ വേണം. ഇത്ര വേണം. ബീഫ് ചിക്കൻ വേണം. കറി വേണം. ചിക്കൻ കറി അത് മാത്രം. ബില്ലൊക്കെ എന്താ എടുത്തോ? ഞാൻ നോക്കിക്കോളാം. സീ ഫുഡ് ഉണ്ട്. ഇത് ചിക്കൻ കറി. ഇത് രണ്ടും അതെ. ചെമ്മീനും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.